ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും NIS+2 ഫിസിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തേ? ഫിഫ്ത്ത് മൊഡ്യൂളിൽ വരുന്ന സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്ത്ത് മൊഡ്യൂളിൽ തന്നെ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ ചാപ്റ്ററിൻ്റെ പേര് വരുന്നത്? ഇലക്ട്രിക് കറണ്ട്. ഞാൻ പറഞ്ഞു ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ മൊത്തം കറണ്ടിനെയും ഇലക്ട്രിസിറ്റിയെയും ഒക്കെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മാഗ്നറ്റിസം അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഫിഫ്ത്ത് മൊഡ്യൂളിൽ പഠിക്കാൻ വരുന്നത്. 16 മാർക്സ് ആണ് ഇതിന് ടോട്ടൽ വെയിറ്റേജും വരുന്നത്. അതിൽ നമ്മൾ ഇന്ന് ഫിഫ്ത്ത് മൊഡ്യൂളിലെ തേർഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ഇലക്ട്രിക് കറണ്ട്. ഇലക്ട്രിക് കറണ്ട് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിക്ക് തന്നെ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്ന് ആണ് നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള ടോപ്പിക്ക്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്? ദ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഫീൽഡ് ത്രൂ ദി കണ്ടക്ടർ. എന്താണ്? ഒരു കണ്ടക്ടറിലുള്ള ഫീൽഡിൻ്റെ ഓപ്പോസിറ്റായിട്ട് സഞ്ചരിക്കുന്ന ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞത്. എന്താണ് ഇലക്ട്രിക് കറണ്ട്? ദ ഫ്രീ ഇലക്ട്രോൺസ് മൂവ് ഇൻ എ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ടു ദി ഫീൽഡ് ത്രൂ ദി കണ്ടക്ടർ. ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഫ്രീ ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ. ദിസ് കൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ഇലക്ട്രിക് കറണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഇലക്ട്രിക് കറണ്ട് ഫോം ചെയ്യുന്നുണ്ട്. കൺവെൻഷനലി ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഈസ് ടേക്കൺ ആസ് ദി ഡയറക്ഷൻ വിച്ച് എ പോസിറ്റീവ് ചാർജ് മൂവ്സ്. കറണ്ടിൻ്റെ ഡയറക്ഷൻ നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്? പോസിറ്റീവ് ചാർജ് ഏത് ഡയറക്ഷനിലാണോ മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലായിട്ടാണ് എന്ത് വരുന്നത്? കറണ്ടിൻ്റെ ഡയറക്ഷനും വരുന്നത്. The electric current through a conductor is the rate of transfer of charge across the surface placed normal to the direction of flow. എന്താണ് പറയുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്തിന് ഈക്വൽ ആണ്? റേറ്റ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ചാർജ് അക്രോസ് ദി സർഫേസ് പ്ലേസ് നോർമൽ ടു ദി ഡയറക്ഷൻ ഓഫ് ഫ്ലോ ചെയ്യുന്നതിന് നോർമലായിട്ട് വെച്ചിട്ടുള്ള ഒരു സർഫേസിലുണ്ടാകുന്ന ചാർജ് ട്രാൻസ്ഫറിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? ടൈമിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്ന ചാർജ്. അപ്പോൾ എന്താ ചെയ്താൽ? Q/T ചെയ്താൽ അപ്പോൾ എന്താ വരുന്നത്? I=Q/T. ചാർജ് ബൈ ടൈം ആണ് എന്ത് വരുന്നത്? കറണ്ട് കാണാനുള്ള ഇക്വേഷൻ വരുന്നത്. ദിസ് SI യൂണിറ്റ് ഓഫ് കറണ്ട് ഈസ് ആംബിയർ. കറണ്ടിൻ്റെ SI യൂണിറ്റ് എന്താ? ആംബിയർ. ആംബിയർ എന്താ? A എന്ന സിമ്പിൾ കൊണ്ടാണ് ആംബിയർ സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇലക്ട്രിക് കറണ്ടിൻ്റെ ബേസിക്സ് ആയിട്ട് വരുന്നത്. നമ്മളൊരു കണ്ടക്ടർ കൊടുത്തിട്ടുണ്ട്. ഇതിന് എന്താണ്? ഒരു വോളിയം എലമെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു വോളിയം എലമെൻറ്റിൽ ഉള്ള ടോട്ടൽ ചാർജ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൻ്റെയും ഏരിയ എന്താ വരുന്നത്? A ആണ്. പിന്നെ ഉള്ളിൽ വെലോസിറ്റി VD എന്നൊരു വെലോസിറ്റി പോകുന്നുണ്ട്. ചാർജും വെലോസിറ്റിയുടെ അതേ സെയിം ഡയറക്ഷൻ ആണ്. സോ നമുക്ക് ഇതിൻ്റെ വോളിയം എന്ത് എഴുതാം? VD∆x എന്ന് എഴുതാം. N നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് അതിൽ ട്രാവൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കറണ്ടിൻ്റെ ടോട്ടൽ ചാർജിൻ്റെ ഇക്വേഷൻ എന്ത് എഴുതാം? ∆Q = NAeVD∆T. അതിൽ കറണ്ടിൻ്റെ ഇക്വേഷൻ എന്ത് എഴുതാം? ചാർജിൻ്റെ ഇക്വേഷൻ പറഞ്ഞു Q = N
NaEVd ഡെൽറ്റ ടി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യൂ ബൈ ഈ ഡെൽറ്റ ടി പുറത്ത് വന്നാൽ ക്യൂ ബൈ ഡെൽറ്റ ടി എന്താ, ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി എന്താ, കറണ്ടിൻ്റെ ഇക്വേഷനാണ് നമ്മൾ ക്യൂ ബൈ ടി എന്ന് പറഞ്ഞു. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു I, വിച്ച് ഈസ് ഈക്വൽ ടു NaEVd. NaEVd ആണ് നമുക്ക് എന്ത് വരുന്നത്, ഈ ഒരു വോളിയം എലമെൻറ്റിൽ ടോട്ടലുള്ള കറണ്ട് വരുന്നത്. കറണ്ട് കാണാനുള്ള ഇക്വേഷൻ അതാണ്. നമുക്ക് ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻ്റ് ലോ ആണ് ഹോംസ് ലോ. എന്താണ് ഹോംസ് ലോ പറയുന്നത് നമുക്ക് നോക്കാം. 1828 ഹോം ഈ ലോ കണ്ടുപിടിച്ചത്. അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ ലോ അറിയപ്പെടുന്നതും. അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്, ഒരു കണ്ടക്ടറിലുള്ള കറണ്ടും അതുപോലെ തന്നെ അതിൽ അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള ഒരു റിലേഷൻ കണ്ടെത്തി. ആ ഒരു റിലേഷൻ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു ലോ ആക്കി ഹോംസ് ലോ എന്ന പേര് കണ്ടെത്തി. എന്താണ്, ഇൻ 1828 ഹോംസ് studied the relation between current in a conductor and potential difference applied across it. അങ്ങനെയാണ് നമ്മൾ ഹോംസ് ലോ കണ്ടുപിടിക്കുന്നത്. ആക്ച്വലി നമുക്ക് എന്താണ് ഹോംസ് ലോ, അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ഞാനൊരു ഡെഫിനിഷൻ പറയാം. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിട്ട്, ഒരു മാറ്റവും ഇല്ലാതെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ കറണ്ട് ത്രൂ ദ കണ്ടക്ടർ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ്. അതിലുള്ള ആ കണ്ടക്ടറിലുള്ള കറണ്ട് എന്തിന് ഈക്വലാണ്, പ്രൊപ്പോർഷണലാണ്, കറണ്ടിന് പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വെലോസിറ്റിക്ക് ഈക്വൽ ആണെന്നാണ് ഹോംസ് ലോ പറയുന്നത്. ഇവിടെ ആ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ദ ഇലക്ട്രിക് കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്, provided the physical conditions such as temperature and pressure remains unchanged. Unchanged എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അതാണ് ഹോംസ് ലോ പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്തിന് പ്രൊപ്പോർഷണൽ ആണെന്നാണ് പറഞ്ഞത്, കറണ്ടിന്. വി പ്രൊപ്പോർഷണൽ ടു I. ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു R കൊടുക്കാം. വി ഈക്വൽ ടു IR. R എന്താണ്, റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഹോംസ് ലോ ആണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ R ഈക്വൽ ടു V ബൈ I. V ബൈ I ആണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. VI ഗ്രാഫ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ 2 VI ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, സ്ലോപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. The SI unit of resistance is ohm. റെസിസ്റ്റൻറ്റിൻ്റെ SI യൂണിറ്റ് എന്താ, ഓം ആണ് വരുന്നത്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ബൈ സിമ്പൽ ഓം. ആ ഒരു ഒമേഗ എന്ന ഒരു സിമ്പലിലാണ് നമ്മൾ എന്ത്, റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നത്. റെസിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്താ വരുന്നത്, ഓം ആണ്. നമുക്ക് റെസിസ്റ്റൻസ് എന്താണെന്നും റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നോക്കാം. റെസിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്ന ലോ ആണ് എന്ത്, ഓംസ് ലോ എന്ന് പറയുന്നത്. റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷന് V ബൈ I ആണെന്ന് നമ്മൾ കണ്ടെത്തി, മനസ്സിലാക്കി വെക്കണം. നമുക്ക് റെസിസ്റ്റൻസും റെസിസ്റ്റിവിറ്റിയും കണ്ടെത്താം. റെസിസ്റ്റൻസ് എന്തിന് പ്രൊപ്പോർഷണലാണ്, L ബൈ A, ലെങ്ത് പെർ യൂണിറ്റ് ഏരിയ. അതിനെയാണ് എന്ത്, റെസിസ്റ്റൻസ് പ്രൊപ്പോർഷണലായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് R ഈക്വൽ ടു റോ L ബൈ A, ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് ഒരു കോൺസ്റ്റൻറ്റ് റോ എന്ന ഒരു കോൺസ്റ്റൻറ്റ് കൊടുക്കാം. ആ കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത്. ഇവിടെ എന്താ, റോ എന്താ, റോ ഈസ് എ കോൺസ്റ്റൻറ്റ് ഫോർ ദി മെറ്റീരിയൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. എന്താണ്, റോ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഉള്ള ഒരു മെറ്റീരിയലിന് റോ ഓൾവേസ് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഈസ് കാൾഡ് സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് ദി മെറ്റീരിയൽ.
അതിനെ എന്താണ്, റോയെ എന്താണ് പറയുന്നത്, സ്പെസിഫിക് റെസിസ്റ്റൻസ് ഓർ റെസിസ്റ്റിവിറ്റി ഓഫ് മെറ്റീരിയൽ എന്നാണ് അതിനെ പറയുന്നത്. ഇഫ് I equal to 1 meter and A equal to 1 meter square, then rho equal to R ആയിരിക്കും ഹോം മീറ്റർ. ഹോം മീറ്റർ ആണ് അതിൻ്റെ എന്ത് യൂണിറ്റ് വരുന്നത്. Thus, resistivity of a material is the resistance offered by a wire of length 1 meter and area of cross section of 1 meter square. The unit resistivity is ohm meter. എന്താണ് അതിൽ പറയുന്നത്, റെസിസ്റ്റിവിറ്റിയുടെ റെസിസ്റ്റിവിറ്റി എന്താണെന്നാണ് അവർ പറയുന്നത്. ഞാൻ ഇങ്ങനെ വലിച്ചു നീട്ടി പറയുന്നില്ല, ഞാനൊരു ഇത് പറയാം, അതുപോലെ എഴുതിയാലും മതി എക്സാമിന്. എന്താണ് റെസിസ്റ്റിവിറ്റി ചോദിച്ചാൽ, റെസിസ്റ്റൻസ് അറ്റ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ പറയണം, എന്ത്, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ വയർ ഓഫ് ലെങ്ത് 1 meter ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ 1 meter square, അങ്ങനെയൊക്കെ പറയണം. അതിലേറെ ഒന്നും കൂടി ഈസി ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്താ, ഇങ്ങനെ പറഞ്ഞാൽ മതി, റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ എ വയർ അറ്റ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് വോളിയം, അങ്ങനെ പറഞ്ഞാലും മതി. റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് എന്താ വരുന്നത്, ഹോം മീറ്റർ. ഹോം എന്ന ഹോമിൻ്റെ സിമ്പലും മീറ്ററിൻ്റെ സിമ്പലും ഇട്ട് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഓം മീറ്റർ എന്ന് പറയാം. അതാണ് റെസിസ്റ്റിവിറ്റിൻ്റെ യൂണിറ്റ് വരുന്നത്. റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് കാൾഡ് കണ്ടക്ടിവിറ്റി, സ്പെസിഫിക് കണ്ടക്റ്റൻസ്. അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണ്, റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് സിഗ്മ എന്ന ലെറ്റർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കണ്ടക്ടിവിറ്റിയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ എന്താ, സിഗ്മ ഈക്വൽ ടു 1/ρ ആണ് വരുന്നത്. സിഗ്മ ഈക്വൽ ടു 1/ρ. ഇവിടെ ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, 1 കുറച്ച് ഇത് ഈ ബൈയുടെ മേലക്കാണ് പോയിട്ടുള്ളത്. അത് 1/ρ ആണ്. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട്സ് വിടുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം, ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതാണ് 1/ρ ആണ് റെസിസ്റ്റിവിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത്, കണ്ടക്ടിവിറ്റീൻ്റെ ഇക്വേഷൻ വരുന്നത്. യൂണിറ്റ് ഓഫ് കണ്ടക്ടിവിറ്റി എന്താ, ഹോം ഇൻവേഴ്സ് മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ മോ മീറ്റർ ഇൻവേഴ്സ്, അല്ലെങ്കിൽ സീമൻ മീറ്റർ ഇൻവേഴ്സ്, അങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ് നോക്കാം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നതാണ് എന്ത്, ഗ്രൂപ്പിംഗ് ഓഫ് റെസിസ്റ്റേഴ്സ്. എങ്ങനെയൊക്കെ നമുക്ക് ഗ്രൂപ്പായി തിരിക്കാം, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും വരുന്നുണ്ട്. റെസിസ്റ്റൻസിൻ്റെ ഗ്രൂപ്പിങ്ങിൽ വരുന്നത് ഏതൊക്കെയാണ്, സീരീസ് കോമ്പിനേഷനും പാരലൽ കോമ്പിനേഷനും. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, സീരീസ് കോമ്പിനേഷൻ ഡിസ്കസ് ചെയ്യാം. Series combination, resistors in series by joining them end such that the same current passes through all the resistors. എന്താണ്, സീരീസ് ആയിട്ട് റെസിസ്റ്റേഴ്സ് ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, അതിലൂടെ ഒഴുകുന്ന കറണ്ട് എന്തായിരിക്കും, ആ റെസിസ്റ്റേഴ്സിലെ എല്ലാ റെസിസ്റ്റേഴ്സിലൂടെയും ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്താ വരുന്നത്, സീരീസ് കോമ്പിനേഷനിൽ ഇക്വലൻ്റ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഓരോ റെസിസ്റ്റൻസും ആഡ് ചെയ്താൽ മതി. അപ്പോൾ R = R1 + R2 + R3 + എക്സെട്ര. അതായത് എത്രത്തോളം റെസിസ്റ്റൻസ് ഉണ്ട് അത്രയും റെസിസ്റ്റൻസ് ആഡ് ചെയ്യുക. ഇവിടെ സീരീസ് കോമ്പിനേഷൻ്റെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. രണ്ട് R1 R2 രണ്ടെണ്ണം, 2 റെസിസ്റ്റേഴ്സ് സീരീസിൽ ഒരേ ലൈനിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അവയുടെ ഒഴുകുന്ന കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. V1 V2 2 വോൾട്ടേജ് ആയിരിക്കും അതിൽ വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്യൂട്ടായിട്ടും കാണിച്ചിട്ടുണ്ട്. ബാറ്ററി എല്ലാം ഇതാക്കിയിട്ട് ഫിഗറായിട്ട് ഡ്രോ ചെയ്ത് കാണിച്ചിട്ടുണ്ട്.
സർക്യൂട്ട് ഡയഗ്രവും കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പാരലൽ കോമ്പിനേഷൻ നോക്കാം. എന്താണ് പാരലൽ കോമ്പിനേഷൻ? ദ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ബൈ ജോയിനിങ് ദെയർ വൺ എൻഡ് അറ്റ് വൺ പോയിന്റ് and the other ends at another point in parallel combination. Same potential difference exists across all resistors. എന്താണ് പറയുന്നത്? ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പാരലലായിട്ട് ഒന്നിൻ്റെ എൻഡിൽ മറ്റേതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൾവേസ് സെയിം ആയിരിക്കും. കറണ്ട് എന്തായിരിക്കും അവയിൽ? ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഈ ഒരു പോയിന്റ് നമ്മളോട് പറയുന്നത്. റെസിപ്രോക്കൽ ഓഫ് ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് ഓഫ് പാരലൽ കോമ്പിനേഷൻ ഈസ് ഈക്വൽ ടു സം ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസ്. എന്താണ് അത്? ഇക്വലൻ്റ്, ആർ ഇക്വലൻ്റ് കാണാൻ എന്ത് ചെയ്യണ്ടേ? 1 എന്ന് എഴുതിയിട്ട് എല്ലാ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ റെസിപ്രോക്കൽ കണ്ടാൽ മതി. അപ്പോൾ 1/R ഇക്വലൻ്റ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര. അങ്ങനെ എത്ര റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് കണ്ടുപിടിക്കാം. അടുത്തത് ഇതാ, അതിൻ്റെ ഫിഗർ ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് R1 R2 എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കൂ. പാരലൽ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ട്, അത് രണ്ടും പാരലലാണ് ഈച്ച് അതർ. അതിൻ്റെ പൊട്ടൻഷ്യൽ ആൾവേസ് സെയിം ആയിരിക്കും, എന്നാൽ അതിലുള്ള കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. എന്നാൽ നമ്മൾ സീരീസ് കോമ്പിനേഷനിൽ എന്താ പഠിച്ചേ? കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ കറണ്ട് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പഠിച്ചേ. പിന്നെ രണ്ടിൻ്റെയും ഫിഗർ നോക്കൂ. ഇതെന്താണ്? സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇത് പാരലൽ ആയിട്ടാണ്. സീരീസ് ആകുമ്പോൾ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് കാണാൻ R1 പ്ലസ് R2 പ്ലസ് R3 കണ്ടാൽ മതി. പാരലലാണെങ്കിൽ ഇക്വലൻ്റ് കാണാൻ ഓരോ റെസിസ്റ്റേഴ്സിൻ്റെയും റെസിപ്രോക്കൽ കണ്ടാലും മതി. ഇത്രയാണ് രണ്ട് ടൈപ്പ് ഓഫ് റെസിസ്റ്റേഴ്സ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം? ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ്, രണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. കാർബൺ റെസിസ്റ്റേഴ്സും വയർ വൗണ്ട് റെസിസ്റ്റേഴ്സും ഉണ്ട്. രണ്ട് ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആണുള്ളത്. ഏതൊക്കെയാണ്? കാർബൺ റെസിസ്റ്റർ, വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. അതാണ് പഠിക്കാനുള്ളത്. നമുക്ക് എന്താണ് റെസിസ്റ്റൻസിനെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് നോക്കാനുള്ളത്. ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിനുള്ള ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എങ്ങനെയാണെന്ന് നോക്കാം. ദ റെസിസ്റ്റിവിറ്റി ഓഫ് എ കണ്ടക്ടർ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ. ഒരു റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ് ആണ് എന്ത്? റെസിസ്റ്റിവിറ്റി വരുന്നത്. ആ റെസിസ്റ്റിവിറ്റി എന്തിനാണ് ഈക്വൽ എന്ന് പറഞ്ഞത്? ടെമ്പറേച്ചറിന് ഈക്വൽ ആണ്. ഫോർ മോസ്റ്റ് മെറ്റൽസ് ഇത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആൻഡ് ദി ചേഞ്ച് ഇൻ ലീനിയർ ഓവർ എ ലിമിറ്റ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. റോ ഈക്വൽ ടു ρ0 1 പ്ലസ് ആൽഫ ടി മൈനസ് T0, where ρ and ρ0 are the resistivities at the temperature T and T0 respectively. ഇവിടെ എന്താ? റോയും ρ0യും എന്താണ്? റെസിസ്റ്റിവിറ്റി ആണ്. T0 ടെമ്പറേച്ചർ ആണ്. അപ്പോൾ എന്താണ് പറയുന്നത്? ടെമ്പറേച്ചർ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? റെസിസ്റ്റിവിറ്റി ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റിവിറ്റി കുറയും എന്നാണ് പറയുന്നത്. നമുക്കിതാ അവിടെ ആൽഫൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. R2 മൈനസ് R1 ബൈ R0 T2 മൈനസ് T1 വിച്ച് ഈസ് ഈക്വൽ ടു 1/R0 ഡെൽറ്റ R ബൈ ഡെൽറ്റ T. എന്താണ്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ബൈ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. അതാണ് ആൽഫൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളത്. അതാണ് ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ഡിപ്പെൻഡൻസ്. ടെമ്പറേച്ചർ എന്താ? കോഎഫിഷ്യൻറ്റ് മാഗ്നറ്റിസം ഓഫ് റെസിസ്റ്റൻസ് ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഓഫ് എ വയർ റെസിസ്റ്റൻസ് 1 ohm at 0 degrees Celsius. When temperature changes 1 degree Celsius, this property of metal is used in making resistance thermometers.
എന്താണ്? ഒരു ഹോം റെസിസ്റ്റൻസ് ആണെങ്കിൽ 0 ഡിഗ്രി സെൽഷ്യസ് ആയി കണക്കാക്കുക. പിന്നെ 1 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴാവുന്നത്? അങ്ങനെ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് മാറുന്നതിനെ കണ്ടെത്താനുള്ള തെർമോമീറ്റേഴ്സാണ്. അങ്ങനെയാണ് തെർമോമീറ്റേഴ്സ് ഉണ്ടാക്കുന്നത്. നമുക്ക് എന്താ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF എന്താ? EMF ഈസ് ദി ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ ഷോർട്ട് ഫോം ആണ് എന്ത് വരുന്നത്? EMF എന്ന് പറയുന്നത്. EMF ഈസ് ദി ഷോർട്ട് ഫോം ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. EMF എ സെൽ ഓർ ബാറ്ററി equals the potential difference between its terminals when these are not connected. Open circuit externally. എന്താണ് പറയുന്നത്? ഒരു സർക്യൂട്ട് കണക്റ്റഡ് അല്ല, ഓപ്പൺ സർക്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? EMF ഓഫ് എ സെൽ ഓർ ബാറ്ററി. ഒരു ബാറ്ററിയുടെയോ സെല്ലിൻ്റെയോ EMF പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഈക്വൽ ടു E + IR. EMF ഓഫ് സെൽ ഡിപ്പെൻഡ്സ് ഓൺ. ഒരു സെല്ലിൻ്റെ EMF എന്തിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദി സെൽ. ആ സെല്ലിൽ യൂസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ്സിൻ്റെ മെറ്റീരിയൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ദ ടെമ്പറേച്ചർ ഓഫ് ദി സെല്ലിൻ്റെ ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ 3 കാര്യങ്ങളെയാണ് EMF ഓഫ് എ സെല്ല് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ദ ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ദി സെൽ, ദ മെറ്റീരിയൽ ഓഫ് ദി ഇലക്ട്രോഡ്സ്, ദ ടെമ്പറേച്ചർ ഓഫ് ദി സെൽ. അടുത്തത് എലമെൻ്ററി ഐഡിയ ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെൽ. എന്താണ് പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ? ഇൻ ദീസ് സെൽ ദ കെമിക്കൽ എനർജി ഈസ് ഡയറക്ട്ലി കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. എന്താണ്? പ്രൈമറി സെല്ലാകുമ്പോൾ കെമിക്കൽ എനർജി ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ദ മെറ്റീരിയൽ ഓഫ് പ്രൈമറി സെൽ ഈസ് കൺസ്യൂംഡ് ആസ് വി യൂസ് ദി സെൽ ആൻഡ് ദെർഫോർ ഇറ്റ് കാനോട്ട് ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ്. എന്താണ് പ്രൈമറി സെല്ലിൻ്റെ ഒരു പോരായ്മയാണ് ഇപ്പോൾ ഈ ഈ പോയിന്റിൽ പറഞ്ഞത്. കാരണം എന്താണ്? നമ്മൾ യൂസ് ചെയ്യും തോറും അതിലെ ചാർജ് കുറയും, എന്നാൽ അത് റീചാർജബിളോ റീയൂസബിളോ അല്ല. റീചാർജബിളോ റീയൂസബിളോ അല്ലാത്ത സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി സെല്ലെന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലോക്കിലൊക്കെ ഉള്ള ബാറ്ററി എന്താണ്? അത് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കഴിയും, പിന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സെല്ലാണ്. റീചാർജ് ചെയ്യാനോ റീയൂസ് ചെയ്യാനോ പറ്റില്ല. അങ്ങനെയുള്ള സെല്ലാണ് എന്ത്? പ്രൈമറി സെല്ലിൽ വരുന്നത്. ഡ്രൈ സെൽ, ഡാനിയൽ സെൽ, വോൾട്ടായിക് സെൽ ആർ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ. പ്രൈമറി സെൽസിനുള്ള എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഡ്രൈ സെൽ, ഡാനിയൽ സെൽ, വോൾട്ടായിക് സെൽ. ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾസ് വരുന്നത്. അടുത്തത് എന്താണ്? സെക്കൻഡറി സെൽ. ദീസ് ആർ കെമിക്കൽ സെൽസ് ഇൻ വിച്ച് ഇലക്ട്രിക്കൽ എനർജി സ്റ്റോർഡ് ആസ് റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷൻ. ഇതിലെന്താണ്? ഇലക്ട്രിക് എനർജി റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. കറണ്ട് ഈസ് ഡ്രാൺ ഫ്രം ദി സെൽ, ദ കെമിക്കൽ റിയാക്ഷൻ റൺസ് ഇൻ ദി റിവേഴ്സ് ഡയറക്ഷൻ. കറണ്ട് അതിലൂടെ ആ സെല്ലിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ അത് റിവേഴ്സ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കും. ആൻഡ് ദ ഒറിജിനൽ സബ്സ്റ്റൻസ് ആർ ഒബ്റ്റെയിൻഡ്. ഒറിജിനൽ സബ്സ്റ്റൻസ് കിട്ടുകയും ചെയ്യും. ദീസ് സെൽസ് ദെർഫോർ ക്യാൻ ബി ചാർജ്ഡ് ആൻഡ് എഗെയിൻ. എന്താണ് പറയുന്നത്? ഈ സെൽസ് എന്ത് ചെയ്യുക? റീചാർജബിളും ആണ് റീയൂസബിളും ആണ്. റീചാർജബിളും റീയൂസബിളും ആയിട്ടുള്ള സെല്ലാണ് എന്ത്? സെക്കൻഡറി സെൽ. അപ്പോൾ പ്രൈമറി സെല്ല് അപേക്ഷിച്ച് നോക്കുമ്പോൾ സെക്കൻഡറി സെല്ലിൻ്റെ ഒരു ഇതാണത്, ബെനിഫിറ്റാണ് അത് വരുന്നത്. അതിന് എക്സാമ്പിൾ എന്താ പറയുക? ഇപ്പോൾ നമ്മുടെ ഫോണിലെ ബാറ്ററീനെ നോക്കുകയാണെങ്കിൽ എന്താണ്? അതൊരു സെക്കൻഡറി സെല്ലാണ്. കാരണം റീചാർജബിളും റീയൂസബിളും ആണ്. നമ്മൾ ചാർജ് ചെയ്യുന്ന ചാർജ് ചെയ്യുക, യൂസ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആസിഡ് അക്യൂമുലേറ്റർ, the type of battery we used in the or inverter or car is a set of secondary cells. Secondary cellൻ്റെ എക്സാമ്പിൾസ് ആണ് അവിടെ പറയുന്നത്.
അടുത്തത് നമുക്ക് എന്താണ് ക്രിച്ചോഫ് റൂൾസ് ആണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് ക്രിച്ചോഫ് റൂൾസ് പറയുന്നത്? ക്രിച്ചോഫ് ഫോർമുലേറ്റഡ് 2 rules which enable us to know distribution of current in complicated electrical circuit or electrical networks. എന്തിനാണ് ക്രിച്ചോഫ് റൂള് പറയുന്നത്? ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ടിലോ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ നെറ്റ്വർക്സിലൊക്കെ ഉള്ള കറണ്ട് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ള റൂൾസാണ് ക്രിച്ചോഫ് പറയുന്നത്, ക്രിച്ചോഫിൻ്റെ റൂളിൽ പറയുന്നത്. അതിൽ ക്രിച്ചോഫ് ഫസ്റ്റ് റൂൾ, അതായത് ജംഗ്ഷൻ റൂൾ. എന്താണ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ദി സം ഓഫ് ആൾ കറൻറ്റ്സ് ഡയറക്റ്റഡ് ടുവാർഡ്സ് എ ജംഗ്ഷൻ പോയിന്റ് ഇൻ ആൻ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി സർക്യൂട്ട് ഡയറക്റ്റഡ് അവേ ഫ്രം ദി ജംഗ്ഷൻ. എന്താണ് പറയുന്നത്? ഇവയിലുള്ള കറണ്ട് ഡിഫറൻസ് 0 ആയിരിക്കും. ഒരു ജംഗ്ഷനിലുള്ള കറണ്ട് ആൾവൈസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എവിടുന്ന് തുടങ്ങിയ അതേ സെയിം എമൗണ്ട് ഓഫ് കറണ്ട് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഐക്ക് ഈക്വൽ ആയിരിക്കും എന്ത്? I1 I2 I3 ആഡ് ചെയ്താൽ ഐക്ക് ഈക്വൽ ആയിരിക്കും എന്നാണ് ജംഗ്ഷൻ റൂളിൽ പറയുന്നത്. അപ്പോൾ ചേഞ്ച് എന്തായിരിക്കും? കറണ്ടുകളുടെ ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 0 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതാണ് ക്രിച്ചോഫ് ഫസ്റ്റ് റൂൾ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ പറയുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? സെക്കൻഡ് റൂൾ എന്താണെന്ന് നോക്കാം. ക്രിച്ചോഫ് സെക്കൻഡ് റൂൾ, അതായത് ലൂപ്പ് റൂൾ. ദിസ് റൂൾ ഈസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് ലോസ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ്. ഈ ലോ എന്തിനാണ്? ഈ റൂൾ എന്തിനോട് ബന്ധപ്പെട്ടതാണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട്സിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ട ഒരു റൂളാണിത്. ഇറ്റ് ടെൽസ് ആസ് that the algebraic sum of the products of currents and resistance in any closed loop of an electrical network is equal to the algebraic sum of electromotive force acting in the loop. എന്താണ് ആൾജിബ്രിക് സം ഓഫ്? ഇതിലുള്ള ടോട്ടൽ സമ്മ് എന്തിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്? ഇലക്ട്രിക്കൽ ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ഇലക്ട്രിക്കൽ നെറ്റ്വർക്ക് ഈസ് ഈക്വൽ ടു എന്തിന് ഈക്വലാണ്? ആൾജിബ്രിക് സം ഓഫ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, ഈ സർക്യൂട്ടിലുള്ള ഇലക്ട്രോമോട്ടീവ് ഫോഴ്സിൻ്റെ ആൾജിബ്രിക് സമ്മിന് ഈക്വൽ ആണെന്നാണ് പറയുന്നത്. ഇതാണ് അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രം കൊടുത്തിട്ടുള്ളത്. അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ടേം, വീറ്റ്സ്റ്റോൺസ് ബ്രിഡ്ജ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ 4 റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ള തമ്മിൽ കണക്ട് ചെയ്ത ഒരു അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. അതിൽ ഒരു റെസിസ്റ്റൻസ് എന്തായിരിക്കും? അൺനോൺ ആയിരിക്കും, അറിയാത്തൊരു റെസിസ്റ്റൻസ് ആയിരിക്കും. ആ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ, അൺനോൺ റെസിസ്റ്റൻസിനെ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്. എന്താണ്? ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് 4 റെസിസ്റ്റൻസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു മെഷർ വൺ ഓഫ് ദം ഇൻ ടേംസ് ഓഫ് ദി അതർ. അതായത് 4 റെസിസ്റ്റൻസ് കണക്റ്റാക്കിയ ഒരു സർക്യൂട്ടാണ് അത്. അതിൽ ഒരു റെസിസ്റ്റൻസ് ആർക്കും അറിയില്ല. സോ ആ അൺനോൺ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടിയിട്ടാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. P/Q ഈക്വൽ ടു R/S ആണ് അത് വരുന്നത്. ഇവിടെ എന്താണ്? പിയും ക്യൂവും 2 റെസിസ്റ്റൻസ്. അത് P/Q എന്തിന് ഈക്വൽ ആയിരിക്കും? R/Sന് ഈക്വൽ ആയിരിക്കും. സപ്പോസ് നമുക്ക് R ആണ് അൺനോൺ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? PS/Q ഈക്വൽ ടു R. അല്ലെങ്കിൽ നമുക്ക് Q ആണ് അൺനോൺ എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? PS/R ഈക്വൽ ടു Q എന്ന് പറയാം. അങ്ങനെ കണ്ടുപിടിക്കാം. ഇതാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം വരുന്നത്. ഒന്ന് മനസ്സിലാക്കി വെച്ചോളി. I1 I2 I3 I4 3 കറണ്ടുകൾ അതിൽ പോകുന്നുണ്ട്. PQRS എന്ന റെസിസ്റ്റൻസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്.
സെൻറ്ററിൽ ഒരു IG എന്നൊരു കറണ്ട് ഉണ്ട്. ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സ്വിച്ച് സെല്ലുണ്ട്, സ്വിച്ച് ഉണ്ട്. അതൊക്കെയാണ് വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ വരുന്നത്. അടുത്തത് എന്താണ്? പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ? ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്, ഒരു സെല്ലിലുള്ള ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന മീറ്ററാണ് എന്ത്? പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ. ഒരു സെല്ലിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. ദ കറണ്ട് ഫ്ലോയിങ് ഇൻ എ സർക്യൂട്ട് ആൻഡ് കമ്പാരിസൺ ഓഫ് റെസിസ്റ്റൻസ്. അതുപോലെ എന്ത് ചെയ്യുക? ഒരു സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് തമ്മിൽ കമ്പാരിസണും ചെയ്യുക. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മീറ്ററാണ് പൊട്ടൻഷ്യോമീറ്റർ. ദ മെഷർമെൻറ്റ്സ് വിത്ത് പൊട്ടൻഷ്യോമീറ്റർ ഹാവ് ദി ഫോളോയിങ് അഡ്വാൻറ്റേജസ്. എന്തൊക്കെയാണ് ഇവിടെ പൊട്ടൻഷ്യൽ മീറ്റർ കൊണ്ട് നമ്മൾ മെഷർ ചെയ്ത മെഷർമെൻറ്റ്സിൻ്റെ എല്ലാ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് വരുന്നത്? When the potentiometer is balanced, no current is drawn from the circuit on which the measurement is being made. എന്താണ്? പൊട്ടൻഷ്യോമീറ്റർ ബാലൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ എന്താണ് പറയുന്നത്? അതിൽ കറണ്ട് ഒഴുകുന്നില്ല എന്നാണ്. ഇറ്റ് പ്രൊഡ്യൂസസ് നോ ചാർജ് ഇൻ കണ്ടീഷൻസ് ഇൻ എ സർക്യൂട്ട് ടു വിച്ച് ഇറ്റ് കണക്റ്റഡ്. നമ്മൾ അത് കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻസ് അത് ചേഞ്ച് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് മേക്സ് യൂസ് ഓഫ് നൾ മെത്തേഡ് ഫോർ ദി മെഷർമെൻറ്റ് ആൻഡ് ദി ഗാൽവനോമീറ്റർ യൂസ്ഡ് നീഡ് നോട്ട് ബി കാലിബ്രേറ്റഡ്. ഇതൊക്കെയാണ് എന്ത്? പൊട്ടൻഷ്യോമീറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് വരുന്നത്. എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്? വീസ്റ്റോൺ ബ്രിഡ്ജിൻ്റെ അതേ സെയിം ഫിഗറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 സെൽസ്. 2 സെൽസ് തമ്മിലുള്ള EMFൻ്റെ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എക്സാമിനൊന്നും ചോദിക്കില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് അവിടെ കമ്പയർ ചെയ്യാൻ എന്തൊക്കെയാണ് ഡിഫറൻസ് നോക്കാം. E1/E2 ഈക്വൽ ടു I1/I2 എന്നാണ് പറയുന്നത്. സോ ഈ ഫിഗേഴ്സൊക്കെ ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് അതിൻ്റെ കമ്പാരിസൺ വരുന്നത്. അടുത്തതാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി. എന്താണ് ഇലക്ട്രോൺസിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്? ആവറേജ് വെലോസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറയുന്നത്. എ മെറ്റാലിക് സോളിഡ് കൺസിസ്റ്റ് ഓഫ് ആറ്റം അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഫാഷൻ. ഈച്ച് ആറ്റം യൂഷ്വലി കോൺട്രിബ്യൂട്ട്സ് ഫ്രീ ഇലക്ട്രോൺസ്, ആൾസോ കാൾഡ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ്. നമ്മൾ റെഗുലറായിട്ട് ഓരോ ആറ്റംസും അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മെറ്റാലിക് സോളിഡിലുള്ള ഓരോ ആറ്റംസിനെയും അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഓരോ ആറ്റവും എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രീ ഇലക്ട്രോൺസിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അവയെ എന്ത് പറയുക? കണ്ടക്ഷൻ ഇലക്ട്രോൺസ് എന്ന് പറയും. ദീസ് ഇലക്ട്രോൺസ് ആർ ഫ്രീ ടു മൂവിങ് ഇൻ ദി മെറ്റൽ ഇൻ എൻ റാൻഡം മാനർ. അതെന്തായിരിക്കും? ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ഫ്രീ ഇലക്ട്രോൺസ് ആകുമ്പോൾ എന്ത് ചെയ്യുക? അതിന് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. ആൾമോസ്റ്റ് ദി സെയിം വേ ആസ് ദി ആറ്റംസ് ഓർ മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് മൂവ് അബൌട്ട് ദി ഫ്രീലി ഇൻ എ കണ്ടെയ്നർ. ഒരു കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൽ എല്ലാ പാർട്ടിലും അത് മൂവ് ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഫോർ ദിസ് റീസൺ ദാറ്റ് സം ടൈംസ് കണ്ടക്ഷൻ ഇലക്ട്രോൺസ് ആർ റെഫേർഡ് ആസ് ദി ഇലക്ട്രോൺ ഗ്യാസ്. അതുകൊണ്ടാണ്, ഈ ഒരു കാരണത്താലാണ് എന്ത് പറയുന്നത്? കണ്ടക്ഷൻ ഇലക്ട്രോൺസിനെ ഇലക്ട്രോൺ ഗ്യാസ് എന്നും അറിയപ്പെടുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്താ? I = +NE²A / m × V/L × τ എന്നാണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ V/I എന്താ? റെസിസ്റ്റൻസ്. R = m / NE² τ L/A. ഇതാണ് റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ വരുന്നത്.
ഡ്രിഫ്റ്റ് വെലോസിറ്റിക്കുള്ള റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? m/ne²τL/a ആണ് അതിൻ്റെ ഇക്വേഷൻ വരുന്നത്. നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കാണ് ഇനി പവർ കൺസ്യൂംഡ് ഇൻ ആൻ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ കൺസ്യൂം ചെയ്യുന്ന ടോട്ടൽ പവർ ആണ് ഇനി പറയാനുള്ളത്. ദ ഇലക്ട്രിക്കൽ പവർ ലോസ്റ്റ് ഇൻ എ കണ്ടക്ടർ ആസ് ഹീറ്റ് ഈസ് കാൾഡ് ജൂൾ ഹീറ്റ്. ഒരു പവർ കൊടുക്കുന്നത് മൂലം സർക്യൂട്ടിന് ഉണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ടക്ടർ ഉണ്ടാകുന്ന ഹീറ്റിനെ നമ്മൾ എന്ത് പറയും? ജൂൾ ഹീറ്റ്. ജൂൾ ഹീറ്റിനെയാണ് നമ്മൾ ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു. ആ പ്രൊഡ്യൂസ് ചെയ്ത ഹീറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും? സ്ക്വയർ ഓഫ് കറണ്ട്, റെസിസ്റ്റൻസ് ഓഫ് കണ്ടക്ടർ ആൻഡ് ടൈം ഫോർ വിച്ച് കറണ്ട് ഈസ് പാസ്ഡ് ടി. ടി ടൈമിൽ എത്രത്തോളം കറണ്ട് പാസ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഇക്വേഷൻ എന്ത് എഴുതാം? P = IV, അതായത് I²R വിച്ച് ഈസ് ഈക്വൽ ടു V²/R. ഇതാണ് എന്ത് വരുന്നത്? പവറിൻ്റെ ഇക്വേഷൻ വരുന്നത്. ഒരു സർക്യൂട്ടിലുള്ള പവറിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇതാണ്. ആ പവർ മൂലം ഉണ്ടാകുന്ന പവർ ലോസ്റ്റ് മൂലം ഉണ്ടാകുന്ന കണ്ടക്ടറിൻ്റെ ഹീറ്റിനെയാണ് നമ്മൾ ജൂൾ ഹീറ്റ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ആൾ അബൌട്ട് ദി ചാപ്റ്റർ ഇലക്ട്രിക് കറണ്ട്. ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാ ടോപ്പിക്കും ഒന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കി പഠിക്കുക. നോട്ട്സ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചെറിയ ചെറിയ തെറ്റുകളെല്ലാം ഉണ്ടാവാറുണ്ട്. നിങ്ങൾ ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ എന്തൊക്കെ തെറ്റ് നോട്ട്സിൽ വന്നിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ കഴിയുള്ളൂ. നോട്ട് വിടുമ്പോഴും ചിലപ്പോൾ നമുക്ക് ആ തെറ്റൊന്നും തിരുത്തി വിടാൻ കഴിയാറില്ല. അതുകൊണ്ടാണ് ഈ നോട്ട്സ് തന്നെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് എവിടേക്ക് എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ എന്തായാലും മനസ്സിലാവുമല്ലോ. അങ്ങനെ ചെയ്താൽ മതി. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ 5 നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തേ? ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് എല്ലാ ടോപ്പിക്സും ഡിസ്കസ് ചെയ്തു. ഹോംസ് ലോ ഇമ്പോർട്ടൻറ്റ് ലോ ആണ്, അത് എന്തായാലും നന്നായിട്ട് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ക്രിച്ച്ഹോഫ് റൂൾസും, പിന്നെ സീരീസ് പാരലൽ കോമ്പിനേഷൻ വരാറുണ്ട്, അതിൻ്റെ ഇക്വലൻറ്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഇ എം എഫ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ പ്രൈമറി സെൽ എന്താ സെക്കൻഡറി സെൽ എന്താ ചോദിക്കാറുണ്ട്. ക്രിച്ച്ഹോഫ് റൂൾസ് ചോദിക്കാറുണ്ട്, ഫസ്റ്റ് റൂളും സെക്കൻഡ് റൂളും, ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ, അവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഇക്വേഷൻ എന്താ? P/Q = R/S. എന്തിനാണ് ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഡിറ്റക്റ്റ് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്, വേറെ ഒന്നും ഇല്ലെന്ന്. പൊട്ടൻഷ്യോമീറ്റർ എന്തായിരുന്നു? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് പൊട്ടൻഷ്യോമീറ്റർ. ഡ്രിഫ്റ്റ് വെലോസിറ്റി പറഞ്ഞു, പവറും പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ. ഈസി ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിച്ചാൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞു 5th മൊഡ്യൂളിൽ ആകെ 16 മാർക്സിനാണ് ഓരോ ചാപ്റ്റേഴ്സിനും. അപ്പോൾ അതിനനുസരിച്ചേ വരുള്ളൂ. ഫസ്റ്റ് 2 മൊഡ്യൂൾസ് നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും പറയുന്നതുമാണ്, എന്ത് ചെയ്യുക, വെയിറ്റേജ് നോക്കി പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും എല്ലാത്തിനും കഴിയും. വെയിറ്റേജ് ഏറ്റവും കൂടുതൽ ഏത് ചാപ്റ്ററിനാണോ അതിന് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. അതിന് ശേഷം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം പഠിക്കുക. സോ ഇവിടെ 5 ചാപ്റ്റേഴ്സിന് 16 മാർക്ക് ആണെങ്കിൽ അവിടെ 2 ചാപ്റ്റേഴ്സിന് എത്രയാണ്? 14 മാർക്സ് ആണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ വെയിറ്റേജൊക്കെ നോക്കിയിട്ട് പഠിക്കുക. പിന്നെ നിങ്ങൾക്ക് ആദ്യം
ഇനി നമ്മൾ ഈ ചാപ്റ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം നമ്മൾ ഫുള്ള് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. സോ ആ ക്ലാസ്സുകളൊക്കെ എന്തായാലും മുടക്കാതെ കാണാൻ ശ്രമിക്കുക. അങ്ങനെ അതിലെന്ത് ചെയ്യും, നമുക്കൊരു ഓവർവ്യൂ കിട്ടും. എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, എവിടെയാണ് നമ്മൾ ഏറ്റവും ഒന്നുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതെന്നും മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അതിൽ നിന്നൊരു ഓവർവ്യൂ കിട്ടും. അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ പറ്റും. സോ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.